അസ്സലാമു അലൈക്കും. ഹവാസ് ഫാമിലി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സോയ പെരട്ടാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു പാത്രത്തിൽ 2 കപ്പ് വെള്ളം വെച്ചിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പിടണം. വെള്ളം തിളക്കുമ്പോൾ സോയ 2-3 പ്രാവശ്യം ഒന്ന് കഴുകിയിട്ട് പിന്നെ വെള്ളം കളഞ്ഞ് 2-3 പ്രാവശ്യം കഴുകിയിട്ടൊന്ന് ഊറ്റി ഒരു പാത്രത്തിലിട്ട് വെള്ളം കളഞ്ഞ് വെക്കണം. അത് വെള്ളം തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുമ്പോൾ വെള്ളം തിളക്കുമ്പോഴേക്കും തന്നെ ഇതൊന്ന് നല്ലോണം വീർത്ത് വരും. അത് വീർത്ത് വരുമ്പം പിന്നെ കുറച്ച് നേരം കൂടി 2-3 കൂടി തിളച്ച് കഴിയുമ്പം അത് ഊറ്റി പിന്നെ ഒരു പാത്രത്തിലേക്ക് ആക്കി വെക്കണം. വെള്ളം കളയണം. അത് ഊറ്റിയിട്ട് അതിന് ശേഷം അത് ചൂടാറി കഴിയുമ്പം വെള്ളത്തിൽ നിന്ന് കോരി പിന്നെ വെള്ളമെല്ലാം കളയാനായിട്ട് ഒരു ഊട്ടപ്പാത്രത്തിൽ ഇട്ട് വെക്കണം. അത് വെള്ളമെല്ലാം നല്ലോണം പോയതിന് ശേഷം ചൂട് കുറച്ച് ആറിയതിന് ശേഷം അത് പിഴിഞ്ഞെടുക്കണം. വെള്ളം ഒട്ടും ഉണ്ടാകരുത്. എല്ലാം പിഴിഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് പിന്നെ അതിലേക്ക് 2 കോഴിമുട്ടയും പൊട്ടിച്ചിടണം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, അതിൽ എരിവുള്ള മുളക് പൊടിയാണ്. അപ്പോൾ 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ പിന്നെ മല്ലിപ്പൊടിയും പിന്നെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ഇട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്യണം. ഉപ്പിടണം. കുറച്ച് ഉപ്പ് ഇടണം. ഉപ്പിട്ടാൽ നമ്മൾ വേവിച്ചത്. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പിട്ടാൽ മതി കേട്ടോ. എന്നിട്ട് നല്ലോണം വേവിച്ച് കുറച്ച് നേരം വെച്ചതിന് ശേഷം ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ഓരോന്ന് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ ഒട്ടിപ്പിടിക്കും. എല്ലാം കൂടി ഇട്ട് കഴിയുമ്പം കുറച്ച് വിട്ട് വേണം ഇടാനായിട്ട്. അത് കുറച്ച് വെന്ത് കഴിയുമ്പം തിരിച്ചിട്ട് കൊടുക്കണം. എല്ലാം കൂടെ നല്ലോണം പിന്നെ ഫ്രൈ ചെയ്ത് കോരി മാറ്റണം. ആ പിന്നെ ഓയിലിലേക്ക് തന്നെ പിന്നെ ഒരു 1/2 ടീസ്പൂൺ വലിയ പെരുംജീരകം ഇട്ട് കൊടുക്കണം. അതൊന്ന് പൊട്ടിക്കഴിയുമ്പം 2 ഏലക്കയും കൂടി ഇട്ടതിന് ശേഷം വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കണം. പിന്നെ ഇഞ്ചി പേസ്റ്റാണ് ഇടണം. ഇഞ്ചി ആണെങ്കിലും നീളത്തിൽ അരിഞ്ഞത് ഇട്ടാൽ മതി. അതൊന്ന് ആ എണ്ണയിൽ കിടന്ന് ഇതാകുമ്പം മൊരിഞ്ഞ് വരുമ്പം അതിലേക്ക് 2 സവാള, മീഡിയം സൈസ് സവാള പിന്നെ ഇട്ട് വഴറ്റണം. ഒന്ന് നല്ലോണം വഴന്ന് വരുമ്പോൾ വേണം തക്കാളി ഇട്ട് കൊടുക്കാൻ. ഒരു തക്കാളി നേരിയതായിട്ട് അരിഞ്ഞിട്ട് അത് ഇട്ട് കൊടുത്ത് അതെല്ലാം കൂടെ നല്ലോണം പിന്നെ വഴണ്ട് വരണം. അതിലേക്ക് നല്ല വഴന്ന് കഴിഞ്ഞ ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ പിന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ 1/2 ടീസ്പൂൺ പിന്നെ കറി മസാലപ്പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ 1/2 ടീസ്പൂണ് മുളക് പൊടി മറ്റേതിലേക്ക് ഇട്ടതാണ്. അപ്പോൾ നോക്കി ഇട്ടാൽ മതി. അധികം എരിവ് വേണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂണൊക്കെ ഇട്ടാൽ മതി. അതെല്ലാം കൂടെ മിക്സ് ചെയ്യണം. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ഒഴിക്കണം. അതില്ലെങ്കിൽ പിന്നെ ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചാലും മതി. ഒരു പുളിപ്പിന് വേണ്ടിയാണത്. അതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഈ വറുത്ത് ഫ്രൈ ചെയ്ത് വെച്ച സോയ ഇട്ട് കൊടുക്കണം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യണം നന്നായി. ഈ മസാലയ്ക്ക് സോയയിൽ നല്ലോണം പിടിക്കണം. അതിനുശേഷം കുറച്ച് കറിവേപ്പില പിന്നെ ഇട്ട് കൊടുത്താൽ മതി. എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്ത് പിന്നെ എടുക്കുക. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നല്ല ടേസ്റ്റുള്ളതാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. നോൺ വെജ് കഴിക്കാത്തവർക്ക് പിന്നെ കഴിക്കാൻ പറ്റുന്ന നോൺ വെജിൻ്റെ ടേസ്റ്റിലുള്ള ഒരു വെജ് പെരട്ടാണിത്. എല്ലാവരും ചെയ്ത് നോക്കണം. 3 പച്ചമുളകും അതിലേക്ക് ഇടണം. നല്ല ടേസ്റ്റാണ്. സൂപ്പർ ടേസ്റ്റുള്ളത് ഉണ്ടാക്കി നോക്കുക എല്ലാവരും. പിന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.